നമസ്കാരം. തന്നെ BJP മാത്രമല്ല കോൺഗ്രസ് നേതാക്കളും ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് ദേവികുളം മുൻ MLA രാജേന്ദ്രൻ പറയുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായിട്ടാണ് ചർച്ച നടത്തിയത്. മുൻ KPCC അധ്യക്ഷനും കോട്ടയത്ത് നിന്നുള്ള മുതിർന്ന നേതാവും ചർച്ച നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും ഭയമില്ലാത്തവരാണ് ഇടുക്കിയിലെ CPM നേതാക്കൾ. പാർട്ടി മാറണമെന്ന ചിന്ത തനിക്കില്ല. ഓടുന്നത് വരെ ഓടട്ടെ, എന്നാൽ ഇതാണ് ഗതിയെങ്കിൽ വേറെന്ത് ചെയ്യുമെന്നാണ് രാജേന്ദ്രൻ ചോദിക്കുന്നത്. സസ്പെൻഷൻ തീരുമാനം പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിക്കും മുൻപ് 38 വർഷക്കാലം CPMന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് രാജേന്ദ്രൻ. 2 സർക്കാർ ജോലികൾ വേണ്ടെന്ന് വെച്ചാണ് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. പ്രത്യയശാസ്ത്രം മനസ്സിലാക്കിയല്ല CPMൽ ചേരുന്നത്. എത്ര പ്രയാസമുള്ള മേഖലകളിലാണ് ഞാൻ പ്രവർത്തിച്ചത് എന്നാണ് രാജേന്ദ്രൻ ചോദിക്കുന്നത്. പാർട്ടി തെരഞ്ഞെടുപ്പിൽ 4 അവസരം തന്നു, 4ലും വിജയിച്ചു. അവസരം കിട്ടിയെന്ന് പറഞ്ഞ് എല്ലാവരും ജയിക്കാറില്ല. അവസരം തന്നു എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് വേറെ ആരെ വേണമെങ്കിലും പരിഗണിക്കാമായിരുന്നല്ലോ. ഞാൻ നാട് കറങ്ങാൻ പാസ്പോർട്ട് പോലും ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് രാജേന്ദ്രൻ പറയുന്നത്. മണ്ഡലത്തിലും തിരുവനന്തപുരത്ത് ഒതുങ്ങി നിന്നിട്ടേ ഉള്ളൂ രാജേന്ദ്രൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പുറംതിരിഞ്ഞാലും രാജ ജയിച്ചു എന്നൊരു വാർത്ത മാധ്യമങ്ങളിൽ വന്നത്. ആ വാർത്ത വന്ന് 2 ദിവസം കഴിഞ്ഞ് ലോകം മുഴുവൻ അറിഞ്ഞാലോ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചെങ്കിൽ എന്നെ വിളിച്ച് ഇത്തരത്തിലുള്ള പോക്രിത്തരം കാണിച്ചതെന്ത് എന്ന് ചോദിക്കാനുള്ള നട്ടെല്ല് പോലും കാണിച്ചില്ല. അതിനുള്ള ധൈര്യമില്ലാതെ 2 മാസം കഴിഞ്ഞാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലാണ് ഈ വിഷയം അജണ്ടയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പാർട്ടി മെമ്പർഷിപ്പ് രാജിവെക്കാമെന്നത് രാജേന്ദ്രൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോഴും 3 തവണ MLA ആക്കി 1 തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് വിട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി CV വർഗീസ് 3 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. MM മണി 4 വട്ടം മത്സരിച്ചിട്ടുണ്ട്. അതിൽ 2 തവണ തോറ്റു. 25 വർഷം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, 1 തവണ മന്ത്രിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ കണ്ടു. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച. മെമ്പർഷിപ്പ് എടുക്കണം, പ്രവർത്തിക്കണം എന്നൊക്കെ പിണറായി പറയുകയുണ്ടായി. ജാതി പറഞ്ഞെന്നെ ആക്ഷേപിച്ച MM മണിയെപ്പറ്റി പിണറായിയോട് രാജേന്ദ്രൻ പറയുകയുണ്ടായി. പാർട്ടിക്കുള്ളിൽ വരെ ജാതി കുത്തിവെച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് വികാരപരമായി പ്രശ്നമുണ്ടാക്കാൻ തയ്യാറല്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞു. മുകളിൽ നിന്നും നേതാക്കൾ പറഞ്ഞാലും താഴെ വരുമ്പോൾ എല്ലാം താമസമാണ്. പിണറായിയെ പോലും പേടിയില്ലാത്തവരാണോ ഇടുക്കിയിലെ CPM നേതാക്കൾ എന്നൊക്കെയാണ് പാർട്ടിയിലെ പൊതുവെ പറയുന്നത്. പാർട്ടി രാജേന്ദ്രനെ സസ്പെൻഡ് ചെയ്തത് 1 വർഷത്തേക്കാണ്. എന്നുമെന്നും ശിക്ഷിക്കാനും അപമാനിക്കാനും വിധിക്കപ്പെട്ട ആളല്ല രാജേന്ദ്രൻ. പാർട്ടി അവസരം തന്നെങ്കിൽ അതിനു വേണ്ട അധ്വാനം രാജേന്ദ്രനും പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. കൂടുതൽ വേണമെന്നല്ല അദ്ദേഹം പറയുന്നത്. ഒരവസരവും ചോദിച്ചിട്ടുമില്ല. ഇന്നത്തെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയായ CV വർഗീസ് ആയിരുന്നു രാജേന്ദ്രനെതിരായ വിഷയത്തിലെ അന്വേഷണ കമ്മീഷൻ ചെയർമാൻ. സാക്ഷി പറഞ്ഞവർ വരെ ഇപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ പറയിപ്പിച്ചതാണെന്ന്. എനിക്ക് രാജേന്ദ്രന് മെമ്പർഷിപ്പ് കിട്ടിയാലും ചതിയന്മാർ തന്നെ ചതിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്.